എൻ്റെ പേര് പോൾ മാത്യു. ഇത് ടീന, എൻ്റെ വൈഫ്. ഞങ്ങൾ കോട്ടയത്തു നിന്ന് വരുന്നു. കൃപാസനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞത് ഞങ്ങളുടെ സുഹൃത്ത് സിൻസ് വഴി ഓസ്ട്രേലിയയിൽ നിന്ന് സിൻസ് വഴിയാണ്. അന്ന് 2019 ഞങ്ങൾ IELTS എഴുതി. എൻ്റെ വൈഫ് IELTS എഴുതി പാസ്സാകാൻ ബുദ്ധിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുകയും അങ്ങനെ ഞങ്ങൾ ദുബായിലിരുന്ന സമയത്ത് ഓൺലൈൻ വഴി ഞങ്ങൾ ലൈറ്റർ കാൻഡിൽ പ്രെയർ ഇട്ട് ആ ഒരു പ്രെയറിൻ്റെ ഒരേ ഒരു ബലത്തിൽ എൻ്റെ വൈഫ് ദുബായിൽ എക്സാം എഴുതുവാനും അപ്രതീക്ഷിതമായി ആ ഒരു എക്സാം പാസ്സാവാനും അവൾക്ക് സാധിച്ചു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ യു കെയിലേക്ക് പോകാനുള്ള സാഹചര്യവും മറ്റും എൻ്റെ വൈഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2020 മാർച്ച് 19 ഞാൻ യു കെയിലെത്തുന്നത്. യു കെയിലെത്തി കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ അവിടെയാണ്. ആ ഒരു സമയത്ത് 2022 ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാനായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയി. ആ സമയത്ത് ഒരു ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴത്തേന് യു കെയിൽ ഫ്ലൂ എന്ന് പറയുന്ന ഒരു അസുഖം ഇങ്ങനെ വരും. അപ്പോൾ എനിക്കും ആ ഫ്ലൂ പിടിപെട്ടു. ഞാനൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫ്ലൂ വന്നു, പിന്നെ എനിക്ക് അതിൻ്റെ സിവിയർ സ്റ്റേജിലോട്ട് മാറി, ന്യൂമോണിയ ആയി. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയി. എനിക്ക് ഈ സമയത്തൊന്നും കൊച്ചിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും ഫീൽ ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ എത്രമാത്രം എക്സ്പ്ലെയിൻ ചെയ്താലും മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. പിന്നെ പ്രത്യേകിച്ച് പ്രഗ്നൻസിയുടെ ഇതൊക്കെ പറയുമ്പോഴത്തേന് അവർ നമ്മളെ ജസ്റ്റ് നേഴ്സസ് മാത്രം നമ്മളെ അസസ് ചെയ്തിട്ട് തിരിച്ചു പറഞ്ഞ് വീട്ടിൽ വിടും. അപ്പോൾ ഇതിങ്ങനെ റെഗുലറായിട്ടൊരു 3-4 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോയി നേഴ്സ് എന്നെ കാണും, അവർ മൂവ്മെൻറ്റ്സ് ചെക്ക് ചെയ്യും, അവർക്ക് കിട്ടും, ഞാൻ തിരിച്ച് വീട്ടിൽ വരും. ബട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബ്രീതിങ് ഡിഫിക്കൽട്ടി കാരണം എനിക്ക് കിടക്കാൻ പറ്റത്തില്ല. അപ്പം ഏകദേശം 2019 തൊട്ട് അച്ഛൻ്റെ ആരാധനയൊക്കെ ഞാൻ കാണുമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ല. ഇവിടുത്തെ സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഉടമ്പടി വസ്തുക്കൾ അച്ഛൻ ആ സമയത്തെ ആരാധനയുടെ സമയത്ത് ഉടമ്പടി വസ്തുക്കൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുവാൻ പറയുമായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ഉടമ്പടി വസ്തുക്കൾ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ അതൊക്കെ യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ കണ്ടീഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പം അവിടുത്തെ ഡോക്ടേഴ്സിന് അത് മനസ്സിലാവുകയും അവരെനിക്ക് പെട്ടെന്നൊരു സ്കാൻ എടുത്തു. അപ്പം ആ സ്കാനിൽ മനസ്സിലായി ബേബിയുടെ ഗ്രോത്ത് ഭയങ്കര റിട്ടാർഡഡ് ആണെന്നുള്ള കാര്യം. അപ്പം ആ സമയത്ത് 10th സെൻറ്റൈൽ വേണ്ട എൻ്റെ ബേബി 3rd സെൻറ്റൈൽ മാത്രമേ ഉള്ളൂ. അപ്പം അത്രയൊരു ഗ്രോത്ത് റിട്ടാർഡേഷൻ കൊച്ചിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുമ്പോട്ടുള്ള സ്റ്റേജസിലൊക്കെ എനിക്ക് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഒരു പേടിയായിട്ട് തോന്നി. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം, കൊച്ചുണ്ടായി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നേഴ്സാണെങ്കിൽ കൂടെ എനിക്ക് അതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ നാട്ടിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ ഒരാളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു. പുള്ളി പറഞ്ഞു ഓക്കെ, നാട്ടിലോട്ട് കയറി പോരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്ന് ആലപ്പുഴയിലുള്ളൊരു നല്ല ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി കാണിച്ചു. അപ്പം അവിടുത്തെ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് എൻ്റെ സ്കാൻ നോക്കിയിട്ട് പറഞ്ഞു, ബാക്കി സ്കാനിന് വന്ന എല്ലാവരെയും പറഞ്ഞു വിട്ടു. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് റിപ്പീറ്റ് പിന്നെയും സ്കാൻ ചെയ്തു. അത്രയൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. അന്നത്തെ സ്കാനിൽ എന്നോട് അവർ ചോദിച്ചു, നീ പറയുന്നത് നിൻ്റെ LMP കറക്റ്റാണോ, നിൻ്റെ അനോമലി സ്കാൻ്റെ റിസൾട്ട് കാണിക്കാൻ പറഞ്ഞു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സ്കാൻ്റെ റിസൾട്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ അവരോട് വെർബലി എക്സ്പ്ലെയിൻ ചെയ്തു അനോമലി സ്കാൻസ് എല്ലാം ഓക്കെ ആണെന്നുള്ള കാര്യം. അവരെന്നിട്ടൊരു സീരീസ് ഓഫ് സ്കാൻസ് എവറി വീക്കിൽ വന്നിട്ട് സ്കാൻസ് എടുക്കാൻ എന്നോട് പറഞ്ഞു. ഞാനിവിടെ വന്ന് സ്കാൻ എടുത്തുകൊണ്ടേ ഇരുന്നു. ഏകദേശം 950 ഗ്രാം ആയിരുന്നു ബേബിയുടെ വെയ്റ്റ് അറൗണ്ട് 8 മന്തിൽ. 9th മന്ത് ആയപ്പോഴേക്കും അതൊരു 1.25 അത്രയേ എത്തിയുള്ളൂ. അപ്പം ഫെബ്രുവരി 17th പോൾ ഇവിടെ വന്നിട്ട് ഫിസിക്കലി ഉടമ്പടി എടുത്തു. അത്രയും നാളെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾക്ക് തൈലം കിട്ടി. തൈലം എല്ലാ ദിവസവും ഞങ്ങൾ വയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടും പോളിൻ്റെ ഒപ്പം ഞാനും പ്രാർത്ഥിക്കാൻ കൂടുമായിരുന്നു. അതങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ പുള്ളിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് UK പോകേണ്ട ആവശ്യമുണ്ടായി. അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ പുള്ളിയുടെ കൈ പുള്ളി കൊണ്ടുപോയി. ബട്ട് അവിടെ ചെന്ന് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് പോൾ എനിക്ക് വേണ്ടിയിട്ട് വയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മാർച്ച് 11th ബേബി ബർത്ത് ആയപ്പം അവളുടെ വെയ്റ്റ് 2.8 grams ആയിരുന്നു. അപ്പോൾ അതെങ്ങനെ മിറാക്കിൾ സംഭവിച്ചെന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല. ബേബീനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ദിസ് ഇസ് എ മിറാക്കുലസ് ബേബി. അപ്പം ആ എണ്ണയുടെ ബലം അച്ഛനിവിടെ വെഞ്ചരിച്ച് തരുന്ന എണ്ണ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ബലത്തിൽ മാത്രമാണ് അവളുടെ വെയിറ്റ് അങ്ങനെ ഓക്കെ ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈ സാക്ഷി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഡിലേ ആയതിൻ്റെ കാരണം ഞങ്ങൾ ഇപ്പോഴാണ് വെക്കേഷൻ വന്നത്, അതുകൊണ്ട് മാത്രമാണ്.
ഈ ഒരു സമയത്തൊക്കെ ഞങ്ങളുടെ ഫസ്റ്റ് ഉടമ്പടി ഞങ്ങൾ നിയോഗങ്ങൾ വെക്കാൻ പോകുമ്പോഴത്തേന് ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഒരു ഓസ്ട്രേലിയൻ പ്രോസസ്സ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് എല്ലാ പേപ്പേഴ്സും ഞങ്ങളുടെ കയ്യിലുണ്ട്, കുഴപ്പമില്ല, അത് നിയോഗത്തിൽ വെക്കണ്ടെന്ന് പോളിനോട് പറഞ്ഞു. ബിക്കോസ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ മാനുഷികമായിട്ട് നിങ്ങൾക്ക് നടക്കാത്ത കാര്യങ്ങൾ മാത്രം വെച്ചാൽ മതിയെന്ന്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പേപ്പേഴ്സ് എല്ലാം ഉണ്ട്, ഇത് മാനുഷികമായിട്ട് നടക്കുന്ന കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് വെച്ചില്ല. ബട്ട് എന്തോ എനിക്ക് തോന്നി അത് വെച്ചേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ ആ ഒരു നിയോഗം കൂടി എഴുതി. അങ്ങനെ 2021 ഒക്ടോബർ 19 ഞങ്ങൾ ഓസ്ട്രേലിയൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. 2023 ജൂൺ വരെയും അതിന് ഒരു മാറ്റം ഉണ്ടായില്ല. ആ പ്രോസസ്സ് ഇങ്ങനെ വളരെ എന്നാ പറയുന്നത്, ഒരു സ്ലോ പ്രോസസ്സായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കൂടെ പ്രോസസ്സ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ഓസ്ട്രേലിയയിലെത്തി വർക്ക് ചെയ്യാൻ തുടങ്ങി. പലരും അവിടെ വീടൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ ഈ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്ന എല്ലാവരോടും എന്നോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങളുടെ മാത്രം ഒന്നും ആയില്ലേ? എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഞാൻ കൃപാസനത്തിൽ വരുന്ന കാര്യം. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, ചേച്ചി കൃപാസനത്തിൽ പോകുന്നതല്ലേ, ഇതുവരെ ഒന്നും ശരിയായില്ലേ, ഇപ്പോഴും ഇവിടെ തന്നെ കിടക്കുവാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുന്ന രീതിയിൽ ചോദിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വീട്ടിൽ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ അനലൈസ് ചെയ്യും, നമ്മളെല്ലാ കാര്യങ്ങളും ഓക്കെയാ. ഞാൻ CSI വിശ്വാസത്തിൽ നിന്നുള്ള ഒരാളാണ്, പോൾ മാർത്തോമ വിശ്വാസത്തിൽ നിന്നുള്ള ആളാണ്. ബട്ട് ഞങ്ങൾ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാതാവിൽ ഭയങ്കരമായിട്ടുള്ള വിശ്വാസമുണ്ട്. എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും തിരികത്തിച്ച് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയാണ് എനിക്ക്, പോളിനും അതുപോലെ തന്നെ. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ ബലത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോയി. ഞങ്ങൾ അനലൈസ് ചെയ്തു ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റ് പറ്റുന്നതെന്ന്. അപ്പം ആ ഒരു അനാലിസിസ് ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒന്നായിരുന്നു വിജയകുമാർ സാറിൻ്റെ ക്ലാസ്സസൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് റോസറി ചൊല്ലാൻ അറിയത്തില്ല, ജസ്റ്റ് കഴുത്തിലിടാറ് മാത്രമേ ഉള്ളൂ. ഞങ്ങളങ്ങനെ യൂട്യൂബ് നോക്കി റോസറി ചൊല്ലാൻ പഠിച്ചു. ഈ മെയ് 23 2023 പോൾ ഇവിടെ വന്ന് എഗെയിൻ ഞങ്ങളുടെ ഉടമ്പടി പുതുക്കി തിരിച്ചു വന്നപ്പം ഞങ്ങൾ മാർത്തോമ വിശ്വാസത്തിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ പള്ളിയിൽ. അപ്പം ഞങ്ങളുടെ പള്ളി കുറച്ച് ദൂരെയാണ്, UK പള്ളി. ഏകദേശം 45 മിനിറ്റ്സ് ഞങ്ങൾ ട്രാവൽ ചെയ്യണം. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് പിള്ളേരെയൊക്കെ വെച്ചിട്ട്, ഞങ്ങളുടെ ഡ്യൂട്ടി ഷെഡ്യൂളും ഒക്കെ വെച്ചിട്ട്. ഞങ്ങൾ അങ്ങനെ ഇരിക്കെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ അവിടെ UK താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് കാത്തലിക് ചേർച്ച് ഉണ്ടെന്ന് അറിഞ്ഞു. ഞങ്ങൾ ആ ചേർച്ചിൽ പോകാൻ തുടങ്ങി, മാസ് കാണാൻ തുടങ്ങി. ഞങ്ങളുടെ ഡ്യൂട്ടി അഡ്ജസ്റ്റഡ് ആയിട്ട് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ എഴുതി വെച്ച് ഡേറ്റ്സൊക്കെ ഇട്ടാണ് പ്രാർത്ഥിക്കുന്നത്, ഉടമ്പടിയിൽ ധ്യാനത്തിൽ കേൾക്കുന്നത് കൊണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് മനസ്സിൽ തോന്നി ഒക്ടോബർ 21 to November 1 ഞാൻ നാട്ടിലുണ്ടായിരിക്കണം, ആ സമയത്ത് വെക്കേഷന് നാട്ടിൽ വരണമെന്ന്. എനിക്ക് ആ ഒരു ആഗ്രഹം ഞാൻ എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ എഴുതി 26 റാലിയിൽ പങ്കെടുക്കണം, 28 ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. അങ്ങനെ ഓഗസ്റ്റ് 1 ഞാൻ എൻ്റെ സാക്ഷി എഴുതി വെച്ചു. ആ സാക്ഷ്യത്തിൽ ഞാൻ എഴുതി എൻ്റെ വിസ വന്നു, എൻ്റെ ഓസ്ട്രേലിയൻ പ്രോസസ്സ് ഫുള്ളി കംപ്ലീറ്റ് ആയി വിസ വന്നു എന്ന് പറഞ്ഞ് സാക്ഷി എഴുതി വെച്ച് ഞാൻ പോളിനെ കാണിച്ചു. ഞങ്ങളപ്പോൾ റോസറി ചൊല്ലാൻ പഠിച്ചു, റോസറി ചൊല്ലിക്കൊണ്ടിരുന്നു. ഓഗസ്റ്റ് 5 UK ടൈം 12 മണിയായപ്പം പകൽ 12 മണിക്ക് എനിക്ക് ഫോൺ കോൾ വന്നു, എൻ്റെ വിസ ഗ്രാൻഡായി. ഞങ്ങളുടെ ഫുൾ ഫാമിലിക്ക് വിസ ഗ്രാൻഡായി. ഞങ്ങൾക്ക് ക്യൂൻസ്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് വിസ കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പം പിന്നെ എനിക്കപ്പം ജോലിയില്ല, അത് ഭയങ്കര ഒരു ഹേർഡിലാണ്. വിസ കൈ കിട്ടിയിട്ടും 6 months 1 year ഒക്കെ ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ട് ശക്തീകരിച്ചു. ഞങ്ങളുടെ കുറച്ച് കസിൻസിനോടൊക്കെ ഞങ്ങൾ മിണ്ടാതൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പോളിനോട് പറഞ്ഞു, ഇനി നമ്മൾ റിന്യൂ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ അവരോടൊക്കെ മിണ്ടി തുടങ്ങണം. അങ്ങനെ ഞങ്ങൾ അവരോടൊക്കെ സംസാരിക്കാൻ തുടങ്ങി, സ്നേഹത്തിലാവാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേന് സെപ്റ്റംബർ 5 ആയപ്പം എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. എന്നെ അതിനു മുമ്പ് റിജക്റ്റ് ചെയ്തിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്, പക്ഷേ അവിടുത്തെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാനേജറിന് ഡയറക്റ്റ് ഇമെയിൽ അയച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ എനിക്ക് അവിടെ ഇൻ്റർവ്യൂ തന്നു. ദൈവത്തിൻ്റെ കൃപയാൽ മാതാവിൻ്റെ ഉപ്പൊക്കെ ഞാൻ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്, ലാപ്ടോപ്പിൻ്റെ മുകളിൽ ഉപ്പൊക്കെ ഇട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ അതുപോലെ തന്നെയാണ് അറ്റൻഡ് ചെയ്തത്. നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ചു വെച്ച് ലാപ്ടോപ്പിൽ ഉപ്പൊക്കെ വിതറി. ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് ആയിരുന്നു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. സെപ്റ്റംബർ 9 അവർ റിസൾട്ട് പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ മാതാവിൻ്റെ
8 നോയമ്പ് എടുക്കുന്നത്. എല്ലാ വർഷവും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ബട്ട് ഈ വർഷം ഞങ്ങളത് എടുത്തു. ഞങ്ങൾക്ക് എല്ലാ ദിവസവും കൊന്തയൊല്ലാനൊക്കെ പറ്റി. ഇത്രയൊക്കെ അനുഗ്രഹം. ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ബട്ട് ഞങ്ങളുടെ സെക്കൻഡ് ഉടമ്പടിയിലാണ് ഞങ്ങൾ വെച്ചത് ജീവിതം കുറച്ച് ക്രമപ്പെടുത്തി തരണമെന്ന്. അപ്പം മാതാവ് ഞങ്ങൾക്ക് നല്ലപോലെ ക്രമപ്പെടുത്തി തന്നു. പള്ളിയിൽ പോകാനും ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ബൈബിൾ വായിക്കാനും ബൈബിൾ പഠിക്കുവാനും പിള്ളേരെ കുറച്ച് ബൈബിൾ പഠിപ്പിക്കുവാനും അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യങ്ങളായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഞങ്ങൾക്ക് മുമ്പേ മാതാവേ ദൂതനെ അയക്കണമേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പോകണമേ എന്ന്. അപ്പം ഓസ്ട്രേലിയയിൽ യൂഷ്വലി എല്ലാവരും പോകുമ്പം ഒന്നെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റൽ അവർക്ക് വേണ്ടിയിട്ട് വീടൊക്കെ ഒരുക്കി കൊടുക്കും. ബട്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളോട് ഇങ്ങോട്ടും മിണ്ടാതിരുന്ന ഞങ്ങളുടെ ഒരു അങ്കിള് ഞങ്ങൾ ഈ ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മിണ്ടി. അങ്കിളിനെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഓസ്ട്രേലിയയുടെ പ്രോസസ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിൾ പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു. അവിടെയുള്ള അങ്കിളുടെ ഒരു ഫ്രണ്ട് വഴി ഞങ്ങൾക്ക് അവിടെ വീട് അറേഞ്ച് ചെയ്ത് തന്നു. അപ്പം ഇപ്പം ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് അവിടെ ഒരു വീടായിട്ടുണ്ട്. ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇത്രത്തോളം അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന് ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. വഴി അടഞ്ഞവൻ്റെ ജീവിതത്തിൽ തെളിയുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത്. വാഗ്ദാന നാട് തേടിയുള്ള ഇസ്രായേൽ ജനതയുടെ യാത്രയിൽ അവർക്ക് ഒത്തിരിയേറെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ദൈവജനം മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ കൂടെയുള്ളത് ആ സാക്ഷ്യപേടകമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞ സാക്ഷ്യപേടകം. അതുകൊണ്ടാണ് പുറപ്പാട് 14:14 നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും എന്ന് തിരുവചനം പറയുക. ഇവിടെ പോൾ വി മാത്യു ഫാമിലിയും ഇവിടെ തങ്ങളുടെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ എങ്ങനെയൊക്കെയുള്ള വഴികളിലൂടെയാണ് ഇവർ കടന്നു പോയത്. ഇവിടെ ഉടമ്പടി എടുക്കാനും, അതായത് ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം എടുക്കുന്നത്, അതിന് ശേഷമാണ് വന്ന് തീർത്ഥാടക ഉടമ്പടിയൊക്കെ എടുത്ത് ഈ മക്കൾ പ്രാർത്ഥിക്കുക. റോസറിയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ലായിരുന്നു. എന്നാൽ തീർത്ഥാടക ഉടമ്പടി എടുത്ത് അത് പുതുക്കി കഴിയുമ്പോൾ തൊട്ട് അവർ തന്നെ ഒരു നിബന്ധന പുതിയതായിട്ട് വെക്കുന്നു. ഞങ്ങൾക്ക് ചിട്ടയായ ഒരു ജീവിതക്രമം വേണം. നാം പറയുന്നത് അതേപടി കേട്ടുകൊണ്ട് അമ്മ നമ്മുടെ ചാരത്ത് തന്നെയുണ്ട്. നാം എന്ത് പറഞ്ഞാലും അമ്മ അതൊക്കെ കേൾക്കും. അങ്ങനെ ഈ മക്കളുടെ ആഗ്രഹം പോലെ തന്നെ അവർക്ക് നിയതമായ ഒരു ജീവിത ക്രമം അത് തങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥനയിൽ മുന്നേറാൻ സാധിച്ചു. തങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങൾ അവർ ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചു. അത് രണ്ടുപേരും ഒരുമിച്ചാണ്. ഒരുമിച്ച് നിന്ന് ചെയ്യുമ്പോൾ 2021 ഒക്ടോബർ മാസത്തിൽ അവർ തുടങ്ങിയ അവരുടെ ഓസ്ട്രേലിയൻ പ്രോസസ്സ് അതൊന്നുമായിട്ടില്ലായിരുന്നു. എന്നാൽ പിന്നീട് അതൊക്കെ എങ്ങനെയാണ്, എത്ര സ്പീഡപ്പാണ് കാര്യങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാവുക. അതുപോലെ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, ആ കുഞ്ഞിന് എത്രമാത്രം വളർച്ച കുറവുണ്ടായിരുന്നു. എന്നാൽ ആരോഗ്യമുള്ള കുഞ്ഞിനെ പിന്നീട് തനിക്ക് ലഭിക്കുന്നത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ്റെ പ്രാർത്ഥന ശുശ്രൂഷയും ഒക്കെ സ്വീകരിച്ചിട്ടാണ് ഈ മക്കൾ പോകുന്നത്. അങ്ങനെ ഇന്ന് തങ്ങൾക്ക് സ്വന്തമായിട്ടെന്ന് പറയുവാനായിട്ട് ഈശോയും അമ്മയും തങ്ങളുടെ കൂടെയുണ്ട്. പലതും നമ്മുടെ ജീവിതത്തിൽ നാം ശീലിച്ച ഒരു ജീവിതമല്ല, പുതിയതായിട്ടുള്ള ഒരു ജീവിത പന്ഥാവ് തിരഞ്ഞെടുക്കുവാൻ തന്നെയാണ് ഉടമ്പടി ഓരോ മക്കളെയും യോഗ്യരാക്കുന്നത്. അതിന് നമുക്ക് തന്നെ ഒരു ബോധ്യം കിട്ടുകയാണ്, ഇങ്ങനെയൊന്നും പോയാൽ പോരാ, കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണമെന്ന്. ഇന്ന് തൻ്റെ ഫാമിലി ഒരുമിച്ച് ഇവിടെ വന്ന് നിന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബന്ധമാണ് അമ്മയോടുള്ളതെന്നും അമ്മ വഴി ഈശോയോടുള്ളതെന്നുമാണ് നമുക്ക് മനസ്സിലാകുന്നത്. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം.